പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് ജൂലൈ 30 ബുധനാഴ്ച. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മുടെ രാവിലെയുള്ള പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ഓരോ ദിവസത്തിന് വേണ്ട ഡെയിലി ബ്രെഡാണല്ല ഇത്. അപ്പം നിങ്ങൾ ഇപ്പോൾ ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോകത്തില്ലേ, അപ്പോൾ അവിടെയുള്ള അപ്പോൾ ഓരോരോ വിഷയങ്ങളിൽ ഏർപ്പെട്ടില്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് ഭവന നിർമ്മാണ തടസ്സമാണ്. അപ്പം നിങ്ങൾ അതിൻ്റെ സ്കെച്ചും പ്ലാനും രാവിലെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരണം. അച്ഛൻ കുറിച്ചെടുക്കുമ്പോൾ തന്നെ ആദ്യം ഡോക്യുമെൻ്റ് പ്രാർത്ഥനയാണ്ട സമയമായിരിക്കും. നിങ്ങളുടെ സ്കെച്ച് പ്ലാനുകളും നിങ്ങളുടെ എല്ലാ രേഖകളും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു എന്ന് പറയും. അതുപോലെ നിങ്ങളുടെ യാത്ര, വിദേശ യാത്രയ്ക്കൊക്കെ പോകണവരില്ലേ, അവിടെ ടിക്കറ്റുകൾ എടുക്കണം. ടിക്കറ്റുകൾ, പാസ്പോർട്ട്, രാവിലെയുള്ള ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയുടെ സമയത്ത്
അപ്പോൾ തന്നെ പരീക്ഷയ്ക്ക് പോകുന്നവർ അതിൻ്റെ ഹോൾ ടിക്കറ്റ് എടുക്കണം. ആശുപത്രിയിൽ പോകുന്നവർ അതിൻ്റെ ആശുപത്രിയുടെ ബുക്കില്ലേ, ആശുപത്രിയുടെ നിങ്ങളുടെ ഡയഗ്നോസിൻ്റെ പേപ്പറും മരുന്ന് എഴുതി പ്രിസ്ക്രിപ്ഷൻ പേപ്പർ ആ വിഷയങ്ങൾ രാവിലെ എടുക്കണം. ആ മേഖലകളിലെല്ലാം കർത്താവിനത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഇത് ഉടമ്പടി പ്രാർത്ഥനയുടെ തന്നെ മറ്റൊരു അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറയുന്നിടത്ത് വെച്ച് മനുഷ്യൻ്റെ ഭൗതിക ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് കർത്താവിൻ്റെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി ആ വിഷയം നമ്മളെപ്പോലെ ദൈവത്തിൻ്റെ ആക്കിയെടുക്കുന്ന ഒരു സമർപ്പണ പ്രാർത്ഥനയാണ് രാവിലെ ഈ രേഖാപ്രാർത്ഥനയൊക്കെ ഉള്ളത്, ആ വിഷയം. പിന്നെ അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ ഇപ്പോൾ ഒരു പശുത്തൊഴുത്ത് കെട്ടാൻ പോയണം വിചാരിച്ചു. അപ്പോൾ ആ പ്രാർത്ഥന നിങ്ങൾ കൂരേണ്ടത് ആ സ്ഥാനത്ത് പോയി നിന്നാണ് കൂരേണ്ടത്. അടുക്കള കെട്ടുന്നവരും എക്സ്ട്രഷ എടുക്കുന്നവരും കാർ ഷെഡ് ചെയ്യുന്നവരും ഒക്കെ ഈ പ്രാർത്ഥന അവരുടെ ആ ഉദ്യമമായിട്ട് ഇപ്പോൾ ഈ നിലവിലിരിക്കുന്ന ഉദ്യമം എന്താണ്? ചിലപ്പോൾ ഒരു ചെറിയ ഷോപ്പ് ചെയ്യുന്നവരായിരിക്കും, അപ്പം അങ്ങനെയുള്ളവർ ചില പലചരക്കട ചെയ്യുന്നവരായിരിക്കും, ചിലപ്പോൾ അതിന് കച്ചവടം ഇല്ലാതിരിക്കുന്ന അവസ്ഥയായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ പ്രാർത്ഥന കച്ചവട സ്ഥലം അടുത്താണെങ്കിൽ, കച്ചവട പീടിയൊക്കെ അടുത്താണെങ്കിൽ ആ ഷോപ്പിൽ പോയി നിന്ന് ആണ് ഈ പ്രാർത്ഥന കൂടേണ്ടത്. അപ്പോൾ എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം, അത് ആ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി വേണം ഈ പ്രാർത്ഥന. അങ്ങനെ ഗുരുതരമായ വിഷയങ്ങളിരിക്കുന്നവർ, ഇപ്പോൾ കോടതിയിലെ കേസ് നടക്കണില്ലേ, അപ്പോൾ കേസ് നടക്കുന്നുണ്ടെങ്കിൽ കേസിൻ്റെ സമൻസ്, അതിൻ്റെ സമൻസ് ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ വക്കീലിന് കൊടുത്തിരിക്കുന്ന വക്കാലത്ത് ആ കേസിൻ്റെ അതിൻ്റെ കോപ്പി, എന്താണ് കോടതിയുടെ കോപ്പി കയ്യിലുള്ളത് അത് കയ്യിലുണ്ടാകണം. സ്ഥലം അളക്കുക, സ്ഥലം കൊടുക്കുക എന്നുള്ളത് എന്തെങ്കിലും പ്രമാണം ഉണ്ടായാൽ മതി കയ്യിൽ. അതിൻ്റെ എഗ്രിമെൻ്റ് പേപ്പർ, പിന്നെ ഇൻ്റർവ്യൂവിനൊക്കെ പോവുകയാണെങ്കിൽ സർട്ടിഫിക്കറ്റ്, അതിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടാകണം, ഫയലുണ്ടാകണം. അപ്പം ഇങ്ങനെ എല്ലാ ദിവസവും ഈ പ്രാർത്ഥന ഇതിൻ്റെ കൂടെ വരും. ഈ നമ്മുടെ രാവിലെയുള്ള ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയുടെ കൂടെ ഈ വിഷയങ്ങൾ രേഖകൾ സമർപ്പിക്കുന്ന സമർപ്പണ പ്രാർത്ഥന ഉണ്ടാകും. അത് നിങ്ങൾക്ക് മുട്ടനിക്കാൻ പറ്റുന്നൊരു മുട്ടയെന്ന് തന്നെ അത് പ്രാർത്ഥിക്കണം. ആദ്യത്തെ ഭാഗം അച്ഛൻ കുരിശെടുക്കുമ്പോൾ തന്നെ ഉള്ളത് ആദ്യമേ തുടങ്ങുന്നത് ഇതുപോലെയുള്ള രേഖകളെ സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. അതിനുശേഷമാണ് പിന്നീട് രോഗികളെയൊക്കെ സംബന്ധിച്ച് ജീവിത വിഷയങ്ങളെ സംബന്ധിച്ച് പോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അതിൽ അപ്ഡേഷൻസാണ് വന്നിരിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. രേഖകളുള്ളവരൊക്കെ രേഖകൾ കയ്യിലെടുക്കുക. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഇന്നത്തെ യാത്രകളെ ആശീർവദിക്കുന്നു. കർത്താവ് രോഗികളെ ആശീർവദിക്കുന്നു. ഉച്ച മുതൽ ഉള്ളംകാല് വരെ ഓരോ രോഗങ്ങളെ പീഡ അനുഭവിക്കുന്നവരും ഉറക്കമില്ലാത്തവരെയും കർത്താവ് ഇന്നലെ ഉറങ്ങിയിട്ടില്ലാത്ത മക്കളെ ആശീർവദിക്കുന്ന കർത്താവേ, കുടലിലെ കുരുക്കൾ, അൾസർ രോഗങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തിൽ കഴുകപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിൻ്റെ ബ്ലോക്കുകൾ ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവരെ സ്കാനിങ് റിപ്പോർട്ടിന് വേണ്ടി സ്കാൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നവർ, എക്സ്റേ എടുക്കാൻ പറഞ്ഞിരിക്കുന്നവർ, അവരെല്ലാം സങ്കടപ്പെടുന്നവരെല്ലാ മക്കളെയും അങ്ങേക്ക് ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വിവാഹം ഒത്തുവരാത്തവർ കർത്താവെ, ഇതുവരെക്കും അഡ്മിഷൻ കിട്ടാത്തവരെ, ഇതുവരെക്കും അഡ്മിഷന് ആവശ്യമായ പണം കിട്ടാത്തവരെ, ഓരോരോ വിഷയങ്ങളിൽ വല്ലാത്ത വേദന അനുഭവിക്കുന്നവരെ കർത്താവിൻ്റെ തിരുസന്നിധിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കൂടെ ആ അപേക്ഷ സംഭവിക്കുകയും വർഷങ്ങളായിട്ട് മക്കളില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ, ഞങ്ങൾക്ക് ഈ ജന്മത്തിൽ മക്കൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ഓർത്തിട്ട് വേദനപ്പെടുകയും ഇനി എന്തിനാണ് ജീവിച്ചിട്ടെന്ന് വിചാരിച്ചതിന് ഈ മക്കളില്ല എന്നുള്ള വിചാരത്തിൽ ജീവിതം മൊത്തം പോയെന്ന് പറഞ്ഞാൽ മൗഢ്യമായിരിക്കുന്ന വിഡ്ഢികളുടെ സഹോദരിയിരിക്കുന്നവരെ കർത്താവെ, അവരെ ഞങ്ങൾ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. അവർക്ക് കർത്താവെ, അവർക്ക് നിലനിൽപ്പിൻ്റെ വരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അങ്ങ് സ്പർശിക്കുന്നവരെ, അടയാളങ്ങൾ അവരെ കാണുന്നവരെ കർത്താവിൻ്റെ കരുണ നിങ്ങൾ ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ജീവിത വൃത്തിക്ക് വേണ്ടി വിഷമിക്കുന്നവരെ
കർത്താവെ, അവരുടെ കടങ്ങൾ സാമ്പത്തിക കടങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി കണ്ണീരോടെ അലയുന്നവരെ, ഓരോരോ വാതിലും മുട്ടുന്നവർ, എന്നിട്ടും തുറക്കാതെ വന്ന് കണ്ണീരോടെ പിന്തിരിയുന്നവരുടെ മേൽ കർത്താവിൻ്റെ കാരുണ്യം ചൊരിയട്ടെ. പരിശുദ്ധ അമ്മ അവിടെ കരഗ്രഹിക്കട്ടെ. അവിടെ നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കിയാൽ ഉപദേശിക്കുന്ന ദൈവത്തിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കുകയും നീ എന്തിനു വേണ്ടിയാണോ, ആരെക്കുറിച്ചാണോ, എന്തിനെക്കുറിച്ചാണോ നീ ആകുലപ്പെടുന്നത് ആ വിഷയം, അത് കേസായാലും മക്കളായാലും പരീക്ഷയായാലും പ്രാർത്ഥനയായാലും വിവാഹമായാലും ഭവനമായാലും ഭവനമില്ലാത്ത അവസ്ഥയായാലും എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ചുകൊണ്ട് നീ വേദനിക്കുന്നുവോ ആ മേഖലകളിലെല്ലാം ഈ ദിവസം ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. എൻ്റെ കൃപ ഞാൻ അർപ്പിക്കുന്ന കൃപാന്റെ ശക്തിയാൽ നീ ഈശോയുടെ സാന്ത്വനം അനുഭവിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാനുമായ സർവീശ്വര നയിക്കുവാമേ. പ്രഭു അങ്ങ് വയലിൽ നല്ല വിത്തലെ വിതച്ചത്, പിന്നെ കളകൾ എങ്ങനെ ഉണ്ടായി? മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 27-ാം വാക്യം. വേലക്കാർ ചെന്ന് വീട്ടുടമസ്ഥനോട് ചോദിച്ചു, യജമാനനെ, നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത്? പിന്നെ കളകൾ ഉണ്ടായത് എവിടെ നിന്ന്? ചില കാലങ്ങളിലൊക്കെ ദൈവസ്ഥമായ സ്ഥലങ്ങളെ, സ്വർഗസ്ഥമായ സ്ഥലങ്ങളെയും മനുഷ്യൻ്റെ ഇറ്റേണൽ ഹോം, നിത്യഭവനം എന്നാണ് വിളിക്കുന്നത്. അപ്പം നിത്യഭവനത്തിലെ വീട്ടുടമസ്ഥനോടാണ് ചോദിക്കുന്നത്, നല്ല വിത്താണല്ലോ അത് വിതച്ചത്, ഇപ്പം കളകളെങ്ങനെ ഉണ്ടായെന്ന് പറയും. വീട്ടുടമസ്ഥന് വ്യക്തതയുണ്ട്. ഇങ്ങനെ കൈമലർത്തുകയല്ല, അയ്യോ അത് എനിക്കറിയത്തില്ല, നിങ്ങൾ വേറെ ആരോടെങ്കിലും ചോദിക്കുക എന്നല്ല പറയണത്. അത് ശത്രു ചെയ്ത പണിയാണെന്ന്. അപ്പം ശത്രു എപ്പോഴും പണി ചെയ്യുന്ന ആളാണ്. മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് ഏതെങ്കിലും ഉടായ്പ് കാര്യം പറഞ്ഞ് വിശ്വാസം എടുത്തു കളയാൻ നോക്കും. കളകൾ അതിൻ്റെ കൂടെ തന്നെ വിതക്കാൻ നോക്കും. സമൂഹത്തിൽ തന്നെ വിശ്വാസികളും അവിശ്വാസികളും കാണുമല്ലേ? വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് അവിശ്വാസം ഉണ്ടാകുകയും ചെയ്യും. ഇപ്പം കർത്താവ് പറഞ്ഞ കാര്യമല്ലേ, കളകൾ എങ്ങനെ ഉണ്ടായി? ചില ആൾക്കാരെ മറ്റുള്ളവരെ കാണുമ്പോൾ തങ്ങൾ ഈ ഒരു യുക്തിവാദിയോ അല്ലെങ്കിൽ നിരീശ്വരവാദിയോ ആയിട്ടൊക്കെ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ആ മുമ്പിൽ അറിയപ്പെടുമ്പോൾ ഇവർക്ക് ക്രെഡിറ്റ് കിട്ടും. ആ ക്രെഡിറ്റിന് വേണ്ടി അവർ ദൈവത്തെ പോലും തള്ളിപ്പറയും. അപ്പം അങ്ങനെ വല്ലവരൊക്കെ ഇരുന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ കൃത്യം തല കൊടുക്കേണ്ട കാര്യമില്ല. ശരി പറയും, അവരും പറഞ്ഞാൽ ശരിയല്ലേ എന്ന് പറയും. അവരും പറഞ്ഞാൽ ശരിയല്ലേ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നിനക്ക് അനുഭവങ്ങളില്ലാത്തത് കൊണ്ടല്ലേ അങ്ങനെ നിനക്ക് തോന്നണത്. ഞങ്ങൾക്കാർക്കും തോന്നലില്ല. അപ്പം എന്നെപ്പോൾ തോന്നാത്ത ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ ഭൂമിയിലില്ലേ? അവർക്ക് എന്തുകൊണ്ടാണ് തോന്നാത്തത്? അവർക്ക് ലഭ്യമായ സാഹചര്യങ്ങളിൽ അവർ ദൈവത്തെ അന്വേഷിക്കുകയും പ്രാർത്ഥിക്കുകയും ആശ്രയിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് അനുഭവങ്ങളുണ്ടാവും. മറ്റു ചിലർക്ക് അനുഭവങ്ങളില്ല. ചില ആൾക്കാർ അനുഭവങ്ങളുണ്ടെങ്കിൽ പോലും അവരത് അവരുടെ ഒരു ബിസിനസ്സും അവരുടെ നിലനിൽപ്പിനൊക്കെ വേണ്ടി തള്ളിപ്പറയുക, അല്ലെങ്കിൽ എല്ലാം ഒന്നാണെന്ന് പറയും. ഇപ്പം ഇതെന്താ പറയണമെന്ന് വെച്ചാൽ ഇതിനൊക്കെ ഒരു മറുപടി പറയുന്ന സംഭവം. അത് ശത്രു ചെയ്ത പണിയാണെന്ന് പറഞ്ഞിട്ട് അതവിടെ ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിലും ബൈബിള് തുന്നിക്കെട്ടുന്ന സമയത്ത് ബൈബിൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇതിനൊക്കെ എല്ലാം ഈ അക്കൗണ്ട് എല്ലാം അഡ്രസ്സ് ചെയ്യാതെ ബൈബിൾ ക്ലോസ് ചെയ്യത്തില്ല. അതാണ് എൻ്റെ രസം. ബൈബിൾ ക്ലോസ് ചെയ്യണത് എവിടെയാണ്? വെളിപാട് ക്ലോസ് ചെയ്യണത്. ഔദ്യോഗികമായിട്ട് വെളിപാട് ഷട്ട് ഡൗൺ ആകണത് വെളിപാടിൻ്റെ പുസ്തകത്തിൽ തന്നെയാണ്. അവിടെ ഇതിനൊക്കെ മറുപടി പ്രഭു അങ്ങ് നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ കളകൾ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ അത് ശത്രു ചെയ്ത പണിയാണെന്ന് പറഞ്ഞവിടെ നിർത്തുകയാണ്. പക്ഷേ വെളിപാട് വരുമ്പോൾ അത് ബൈബിള് കൺക്ലൂഷൻ എഴുതുമ്പോൾ ആദ്യം നടന്ന പണ്ടെടുത്ത കേസുകൾ എടുക്കും. നമ്മളവർക്ക് ആ കേസ് തള്ളിക്കളഞ്ഞെന്ന്, ശത്രുവിൻ്റെ പേരിൽ അതങ്ങനെ എഴുതി തള്ളിയെന്ന് പറയും. അങ്ങനെ എഴുതി തള്ളത്തില്ല. മത്തായിയുടെ സുവിശേഷത്തിൽ 13:27 അത് ശത്രു ചെയ്ത പണിയാണെന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞ സാധനം, അതിന് ആ കേസ് തള്ളിക്കളയാതെ തന്നെ ആ കേസ് മാറ്റിവെക്കണം ചെയ്തത്. മാറ്റിവെച്ചിട്ട് എന്താ ചെയ്യണത്? വെളിപാടിൻ്റെ പുസ്തകത്തിൽ വരുമ്പോൾ ആ കേസ് വീണ്ടും എടുക്കും. കാര്യം ഇനി ബൈബിളിൽ ലാസ്റ്റ് വെളിപാടല്ലേ,
വെളിപാട് 3:8. നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. ഇതാ നിന്റെ മുൻപിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം. എല്ലാരും പൂട്ടാൻ വേണ്ടി അടയ്ക്കണല്ലേ. ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. വിശ്വാസത്തിന്റെ വാതില്, സ്വർഗത്തിലേക്കുള്ള വാതില് ദൈവം തുറന്നിട്ടിരിക്കുക. നിത്യതയുടെ വാതിൽ തുറന്നിട്ടിരിക്കുക. നിന്റെ ശക്തി പരിമിതമാണ്. ഈ സ്വർഗത്തിലേക്ക് വാതിലേക്ക് നീ പ്രവേശിക്കുന്ന നിന്റെ ശക്തി പരിമിതമാണ്. എങ്കിലും നീ എൻ്റെ വചനം കാത്തു. അതാണ് സംഭവം. ഇങ്ങനെ ഈ കളകളെ പെരുക്കി കളയണ വെച്ചാല് അന്ന് പറയുന്നുണ്ട്, യജമാനൻ പറയുന്നുണ്ട്, കളകള് കൊയ്ത്തുകാലം വരെ ഇവിടെ നിൽക്കട്ടെ എന്ന് പറയുന്നുണ്ട്. നിത്യത വരെ നിൽക്കട്ടെ എന്ന്. കാരണം നീ പെരുക്കിയാൽ തീരത്തില്ല. അത് മനസ്സിലായില്ലേ? ഇപ്പോൾ ഓരോ അണ്ണന്മാർ നിരീശ്വരവാദം ഓരോരോ രീതിയിലല്ലേ, ഓരോരോ വിഷയം. ചിലപ്പോൾ അഗ്നോട്ടിസ്റ്റ് ആര് പറയും, എനിക്ക് അറിയത്തില്ലെന്ന് പറയും. ചില ആൾക്കാർ ദൈവം ഇല്ലെന്ന് പറയും. അത് യുക്തിരഹിതമാണ്. കാണാത്ത ഒരു വിഷയത്തെ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അതിനകത്ത് യുക്തിരഹിതയില്ലേ? അവർ കാണുന്നില്ല എന്ന് വേണേൽ പറയാം. അതെ, ഇല്ലെന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? അത് തമ്മിൽ ഒക്കണില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നിൻ്റെ ശക്തി പരിമിതമാണ്. ഈ കളകളെ എല്ലാം പ്രഭോ ഞങ്ങൾ അങ്ങ് നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ കളകളെങ്ങനെ ഉണ്ടായെന്ന് പറയുമ്പോൾ കളകൾ ഞങ്ങൾ എടുത്ത് കളയട്ടെ എന്ന് പറയുമ്പോൾ ദൈവത്തിന് അറിയാം കളകൾ അവിടെ നിൽക്കട്ടെ എന്ന് പറയാം. എന്താ കാര്യം? എടുത്ത് കളയാനുള്ള ശക്തി നിനക്കില്ല, മാനുഷികമായിട്ടില്ല. കൊയ്ത്ത് കാലമാകുമ്പോൾ ഞാൻ എടുത്ത് കളഞ്ഞോളാം. അയ്യോ, ഞാൻ എടുത്ത് കളഞ്ഞോളാം എന്ന് പറയും. എടുത്ത് കളയാൻ ശക്തി നിനക്കില്ല. എങ്കിൽ എന്ത് ചെയ്യും? നിനക്ക് കളകളെ പറിച്ച് കളയാൻ ആഗ്രഹമുണ്ട്, പക്ഷെ കളയാനുള്ള ശക്തി നിനക്കില്ല. നിരീശ്വരവാദത്തെ തുടച്ചു നീക്കാൻ നിനക്ക് പറ്റണില്ല. പുതിയ കുപ്പിയിൽ പുതിയ ഉരുപ്പടിയായിട്ട് അതിങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും. ഇപ്പം സയൻറ്റിസം എന്നും പറഞ്ഞ ഒരാൾ, ഫെയ്ത്തിസം എന്നും പറഞ്ഞ സംഭവം, ഇങ്ങനെ ഓരോ കാലഘട്ടങ്ങളിൽ ഓരോരോ സംഭവങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കും. കാലത്തെ അവസാനം വരെ മനുഷ്യൻ ബുദ്ധിയോടത്തോളം കാലം അങ്ങനെ വന്നുകൊണ്ടിരിക്കും. ദൈവത്തെ അംഗീകരിക്കേണ്ടതെല്ലാം പോരായ്മയായിട്ട് കരുതും. അത് കുറച്ച് കഴിവ് ദൈവം കൊടുത്തിട്ട് ഇത്തിരി കൂടുതൽ കഴിവ് കൊടുത്തവരാണ് ദൈവത്തെ പലപ്പോഴും നിഷേധിക്കുന്നത് നമ്മൾ കാണുന്നത്. അപ്പം അതുകൊണ്ട് അതാണ്. എങ്കിലും അവിടെ 3:8 വായിച്ചേ. എങ്കിലും നീ എൻ്റെ വചനം കാത്തു. അതാണ്. എങ്കിലും ഇതാണ് ഇതിൻ്റെ ശക്തി പരിമിതമാണെങ്കിലും നീ എന്ത് ചെയ്ത്? എങ്കിലും നീ എൻ്റെ വചനം കാത്തു. എൻ്റെ നാമം നിഷേധിച്ചതുമില്ല. എൻ്റെ നാമം ആരുടെ മേലും നീ അത് അവിടെ കൂടെ നീ പോയില്ല, നീ ചേർത്ത് നിന്നു. അതാണ് വിഷയം. നിഷേധിച്ചതുമില്ല. പിന്നെന്താണ്? 3:10 വായിച്ചേ. സകല ഭൂവാസികളെയും പരിശോധിക്കാനായി. സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന. അത് കളകൾ പറിക്കാൻ പോകണ്ടില്ലേ? കളകൾ പറിക്കണുണ്ടല്ലേ? കൊയ്ത്തുകാലം വരെ നിൽക്കട്ടെ എന്ന് പറഞ്ഞില്ലേ? സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും. എന്തെന്നാൽ അപ്പൊ നല്ല വിത്തിനെ ദൈവം സംരക്ഷിക്കുന്നുണ്ട്. കളകളെയാണ് ഇനി മാറ്റേണ്ടത്. എന്തെന്നാൽ പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള എന്റെ വചനം നീ കാത്തു. ഇനി കിരീടത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആ വചനത്തിന്റെ കിരീടമില്ലേ? 3:11. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് കാത്തു സൂക്ഷിക്കുക. വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ, വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളെ കാത്തു സൂക്ഷിക്കാൻ. ലോകത്തിൽ അങ്ങനെ നിരീശ്വരവാദികളും സഭയ്ക്കെതിരെ സംസാരിക്കുന്നവരും സഭാ സംവിധാനത്തിനെ വിമർശിക്കുന്നവരും കാലത്തിൻ്റെ അവസാനം വരെ ഉണ്ടാകും. നിൻ്റെ വിശ്വാസം നീ സൂക്ഷിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ അല്ലേ? താങ്ക് യു.